ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും സച്ചി ഞാനൊരു വീഡിയോ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് വീഡിയോ കാണിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്. അമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് അത് വേറെ അടുത്തേലും നമ്മുടെ ശ്രുതിൻ്റെ കുറച്ച് കള്ളക്കളിൻ്റെ വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഇതിന് ഓരോരോ കമൻറ്റ് പറഞ്ഞുകൊണ്ട് സച്ചി ഓരോ എപ്പിസോഡ് ഇങ്ങനെ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും മന്ദം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ശ്രുതിക്കാണെങ്കിൽ സങ്കടമാവുന്നുണ്ട്. സ്വന്തം ഭർത്താവാണല്ലോ ഇങ്ങനെ പാർക്കിൽ പോയിരുന്നു ഊഞ്ഞാലിലൊക്കെ കളിക്കുന്ന വീഡിയോസൊക്കെ കാണുന്നത്. അമ്മയ്ക്ക് നാണം കൊണ്ട് താഴെ ഇങ്ങനെ താഴോട്ടേക്ക് നോക്കുകയാണ്. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഈ കാണുന്നത് എന്ന്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കും, പണ്ട് താൻ അവനെ പാർക്കിൽ നിന്ന് കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു നീ എന്താ ഇവിടെയെന്ന്. അപ്പം പറഞ്ഞത് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നാണ്. അക്കാര്യം ശ്രുതി അച്ഛനോട് പറയും. അപ്പോൾ തന്നെ ശ്രീകാന്തും വർഷയും പറയും, ഞങ്ങളൊരിക്കൽ കാറ് വാങ്ങാൻ വേണ്ടി ഷോറൂമിൽ പോയപ്പം അവിടെ അവനില്ലായിരുന്നു. പിന്നെ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോഴാണ് അവൻ അവിടെ ഉണ്ടെന്ന കാര്യം പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായകൻ കടന്നു വരുന്നതാണ്. പൂക്കടയെക്കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. സച്ചി നല്ല ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ആ ചേട്ടൻ വന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്കൊന്നിനും സമയമില്ല, നിങ്ങളറിയോ എനിക്കിന്നൊരു ക്ലയൻറ്റ് വന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൻ്റെ മേലെയാണ്, വേറെ ആരുമല്ല നമ്മുടെ ഫിലിം സ്റ്റാർ നിവിൻ പോളി, അവനെ അടുത്ത ആഴ്ച എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുക എന്നൊക്കെ പറയുന്നത്. അവൻ എൻ്റെ 2 കാറ് വാങ്ങി അടുത്ത മാസം എനിക്ക് ഡബിൾ സാലറി തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനു വേണ്ടി കുറേ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുകയാണ് നമ്മുടെ സച്ചിൻ. അപ്പോൾ സച്ചി പറയും, ആണ് എന്നാൽ ചേട്ടന് ഞാനൊരു വീഡിയോ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലഡു ബോംബ് പൊട്ടിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ശ്രുതി ഞെട്ടുകയാണ്. തൻ്റെ വീഡിയോ ആണല്ലോ, തൻ്റെ ഇമേജ് മൊത്തം തകർന്നല്ലോ, താൻ പണിക്ക് പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണല്ലോ ചെയ്യുന്നത്. അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓരോ കാര്യം പറയുമ്പോൾ, മോനെ പറയല്ലേ എന്ന്. അപ്പം അച്ഛനും കൂടെ ഒരു സംശയം തോന്നുന്നു, ഈ കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ ഒത്താശയോട് കൂടിയാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അമ്മേനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അമ്മയും കുട്ടികൾക്കാണ് എനിക്കറിയാമെന്നുള്ള കാര്യം. പിന്നെ അച്ഛൻ അമ്മേനെ കുറേ ചീത്ത പറഞ്ഞു, ശ്രുതിനെയും കുറേ ചീത്ത പറഞ്ഞാൽ പൊളി എപ്പിസോഡ്.